അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ, കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ചെറിയ ചെറിയ പീസാക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂണോളം ഹോട്ട് സോസും, ചില്ലി ഹോട്ട് സോസും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണീസും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇതല്ലാതെ ക്രീം ചീസോ ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മൊസറല്ല ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൊസറല്ല ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനായി കുറച്ച് വെള്ളം ഈ എൻഡിലൊന്ന് തടവി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേൽഭാഗവും അടിയത്തെ ഭാഗവും അങ്ങനെ തന്നെ വെള്ളം ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ റോൾസും റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഫില്ലിങ് വെച്ച് ഞാൻ ഏകദേശം ഒരു 9 റോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ റോളും എടുത്ത് ഒരു മുട്ട ബീറ്റ് ചെയ്തതിലും മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലും കൂടി റോൾ ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ ബ്രെഡിൽ നിന്ന് മുറിച്ച് മാറ്റി അറ്റം വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാ റോൾസും അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഈ റോൾസ് ഇട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോഴേ അതിൻ്റെ അകത്തുള്ള ചീസൊക്കെ മെൽറ്റ് ആവുള്ളൂ, നല്ല ക്രിസ്പിനെസ് ഈ ബ്രെഡിന് വരുള്ളൂ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ ഇത് എടുത്ത് മാറ്റി വെക്കുക. എല്ലാ റോൾസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്